നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം ആർക്കാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് നെയ്മർ ജൂനിയർ സുവ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മാർക്ക എന്നത് റിപ്പോർട്ട് ചെയ്തു. മറ്റാരുമല്ല, വിനി ജൂനിയർ ആണ് ഇത്തവണത്തെ ബാലൻഡിയോർ അർഹിക്കുന്നത്. വിനി ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഐഡോളാണ് എന്നാണ് നെയ്മർ പറഞ്ഞത്. പക്ഷേ ബ്രസീലിയൻ ആരാധകരുടെ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലൊരു വലിയ ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നെയ്മർ ജൂനിയർ ബാലൻഡിയോർ ലഭിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ശ്രമിച്ചില്ല? ഈ ചോദ്യം സ്വാഭാവികമായിട്ടും ചില നെയ്മർ ആരാധകരെ ചൊടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആര് പറഞ്ഞടോ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ സൂപ്പർ താരം ശ്രമിച്ചില്ല എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ടോപ്പ് 3 പ്ലെയേഴ്സിന്റെ ലിസ്റ്റിൽ, ബാലൻഡിയോർ ലിസ്റ്റിലൊക്കെ വന്ന നെയ്മർ പക്ഷേ പിന്നീട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയില്ല. അദ്ദേഹത്തിന് ബാലൻഡിയോർ ലഭിക്കുമെന്ന് പലരും കരുതിയിരുന്നു. എന്നാൽ ഇഞ്ചുറി മറ്റുമൊക്കെ ആയിട്ട് അദ്ദേഹം അതിൽ നിന്ന് അകന്നകന്ന് പോവുകയായിരുന്നു. എങ്കിലും ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ മെസ്സി ക്രിസ്ത്യാനോ എറയിൽ ബാലൻഡിയോർ മറ്റാർക്കും കിട്ടാതെ 18 കടന്നുപോയല്ലോ. ആ ഘട്ടത്തിൽ നെയ്മർ അദ്ദേഹത്തിന് ടോപ്പ് ഫോമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല. ശരിയാണ്, ആ സമയത്ത് അവരെ മറികടക്കാൻ കഴിയാതെ പോയ മറ്റു ചിലർ പിന്നീട് അത് നേടിയ വയസ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ലൂക്ക മോഡ്രിച്ച് ബാലൻഡിയോർ നേടിയത് 33-ാമത്തെ വയസ്സിലാണ്. കരീം ബെൻസിമ നേടിയത് 35 അടുക്കുമ്പോ. അപ്പൊ നെയ്മർ ജൂനിയറുടെ നിലവിലെ പ്രായം എത്രയാണ്? 32 വയസ്സ് മാത്രം. നെയ്മർ ഇപ്പൊ കളിക്കുന്നതോ സൗദി അറേബ്യയില്. നിലവിലെ അവസ്ഥയിൽ അവിടെ കളിച്ചുകൊണ്ട് ബാലൻഡിയോർ ലഭിക്കില്ല എന്നെല്ലാവർക്കും അറിയാം. അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. എന്തുകൊണ്ട് നെയ്മർ ജൂനിയർ ഇപ്പോഴും ആ ഒരു ബാലൻഡിയോറിന് വേണ്ടി ശ്രമിക്കുന്നില്ല? വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് നെയ്മർ എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് നെയ്മർ ആത്മാർത്ഥമായി ശ്രമിച്ചില്ല എന്ന തോന്നലുണ്ടാക്കുന്നത്. ഇപ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോയും യൂറോപ്പ് വിട്ടു പോയപ്പോൾ ആദ്യം ക്രിസ്ത്യാനോ പോയി, പിന്നെ മെസ്സി പോയി. ഇപ്പൊ കഴിഞ്ഞ ബാലൻഡിയോറും മെസ്സിയാണ് കൊണ്ടുപോയത് എന്നത് മറക്കണ്ട. അപ്പോൾ അദ്ദേഹവും ഇവിടം വിട്ടുപോയി, യൂറോപ്പ് വിട്ടുപോയി. ആ ഘട്ടത്തിൽ യൂറോപ്പിൽ തുടർന്നിരുന്നെങ്കിൽ ഇപ്പൊ വന്ന ഈ ഒരു ഫേറ്റൽ ഇഞ്ചുറി വരാതിരുന്നാൽ, അതുകൂടി പറയേണ്ടതുണ്ട്. അദ്ദേഹം നെയ്മർ ജൂനിയർ ഈ ഒരു ഫേറ്റൽ ഇഞ്ചുറി വരാതെ യൂറോപ്പിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മികവ് വെച്ച് തീർച്ചയായിട്ടും ബാലൻഡിയോറിന് അദ്ദേഹത്തിന് ശ്രമിക്കാമായിരുന്നില്ലേ? പക്ഷെ അതുണ്ടായില്ല എന്നുള്ളിടത്താണ് ആ ചോദ്യം വരുന്നത്. നെയ്മറെ തടയുന്നത് എന്താണ്? ഇപ്പോ വിനി ജൂനിയർക്ക് ഒരു പക്ഷേ ഇത്തവണത്തെ ബാലൻഡിയോർ ലഭിച്ചേക്കാം. അത്തരത്തിലുള്ള വാർത്തകൾ ചില സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ബാലൻഡിയോർ വിനി ഉറപ്പിച്ചു എന്ന തരത്തിൽ. അങ്ങനെ ഉറപ്പിച്ചാലൊന്ന് ആലോചിച്ച് നോക്കൂ. കക്കയ്ക്ക് ശേഷം ബ്രസീലിലേക്ക് ബാലൻഡിയോർ കൊണ്ടുപോകുന്നയാളായിട്ട് വിനി മാറുകയാണ്. പക്ഷെ വിനിയേക്കാൾ പ്രതിഭാതനായിട്ടുള്ള നെയ്മർക്ക് അതിന് കഴിയാതെ പോകുന്നു. സങ്കടകരമല്ലേ അത് ആരാധകർക്ക്? സോ 35-ൽ കരീം ബെൻസിമ നേടിയ ബാലൻഡിയോർ, മെസ്സിയൊക്കെ പിന്നീട് വീണ്ടും നേടിയിട്ടുണ്ട്. അതല്ല, 30-ന് ശേഷം പലരും നേടിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായി നേടിയ കണക്കാണ് നമ്മൾ പറയുന്നത്. ബെൻസിമ ആദ്യമായിട്ട് ബാലൻഡിയോർ നേടുന്നത് 35-ലാണ്. അതിന് ശ്രമിക്കാതെ നെയ്മർ ജൂനിയർ പോയത് ഒരു തെറ്റായ തീരുമാനമായിരുന്നില്ലേ എന്ന് ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലാ ചോദ്യമുണ്ട്. ഇനിയിപ്പോ ഈ സീസൺ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അൽ ഹിലാലുമായിട്ടുള്ള കോൺട്രാക്ട് കഴിയും. അത് കഴിഞ്ഞ് യൂറോപ്പിലൊക്കെ അദ്ദേഹം മടങ്ങിയെത്തും. എന്നിട്ട് ബാലൻഡിയോറിന് ഫൈറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ നിലവിലെ അവസ്ഥയിൽ ചിന്തിക്കാൻ വയ്യ. കാരണം ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള നെയ്മറെ ഇനി ഒരു യൂറോപ്യൻ ടീം എടുക്കുമോ, വലിയ ടീം എടുക്കുമോ, അതൊക്കെ കണ്ടറിയേണ്ടതാണ്. സാധ്യത തീരെ കുറഞ്ഞു പോകുന്നു. എന്തായാലും ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. കക്കയ്ക്ക് ശേഷം ബാലൻഡിയോർ നേടാൻ ബ്രസീലിൽ നിന്ന് ഏറ്റവും അർഹൻ നെയ്മർ ആയിരുന്നു. പക്ഷെ അതല്ലാതെ വിനി അത് കൊണ്ടുപോകുമ്പോൾ നെയ്മർ പറഞ്ഞ പോലെ വിനി എല്ലാവരുടെയും ഐഡോളാണ് എന്ന് പറഞ്ഞ് അങ്ങ് ആശ്വസിക്കാമെന്ന് മാത്രം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.